നമ്മുടെ രമേശനും പോയി. എന്താ വിളിച്ചേ? എന്താ തുറക്കുന്നില്ലേ? തുറക്കുന്നില്ലേ? പാർത്ഥൻ, പാർത്ഥൻ, പറച്ചോനെ കണ്ണു തുറന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറി കിടത്തി ബോഡിക്ക് ജീവൻ വെക്കാന്ന് വെച്ചാ ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചെന്ന് അറിയാനാ മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത്. പറയൂ, നടന്നതെല്ലാം പറയൂ. അറിയാം, എല്ലാം അറിയാം. കല്യാണത്തിന് പോയതാണല്ലോ. കല്യാണം കഴിഞ്ഞു കൂടാൻ തീരുമാനിച്ചു. 1-ാം തീയതി സാധനം കിട്ടാനില്ല. അതുകൊണ്ട് പൊന്നപ്പന്റെ കനാലും കട്ടൻ ഒരു 2 അടിച്ചിട്ട് പാട്ടും കൂത്തുമായിട്ട് ഞങ്ങളൊരു ആഘോഷമായിരുന്നു. എന്നിട്ട് പാർത്ഥന്റെ ഓർമ്മശക്തിക്ക് വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടോന്ന് അറിയാനാ ഞാൻ വീണ്ടും ചോദിക്കുന്നത്. എന്താ പറയൂ, പറയാ. വിടരുന്നവരെ വെച്ച് നീ എന്നെ പറ്റിക്കാനോ? അവന്റെ തലയിൽ പീലി. എന്താ പാർത്ഥ ഇത്? ആ തലയിൽ പീലി വെച്ച ആളാ എന്നെ മോർച്ചറിന്ന് വിളിച്ചെണിപ്പിച്ചത്. കൂൾ ഡൗൺ. അത് പാർത്ഥന്റെ വെറും തോന്നലാ, ഹാലൂസിനേഷൻ. വാക്കടിച്ച ശേഷം നടന്ന എന്താണെന്ന് പറഞ്ഞു. സംഗതി ഒരു 2-3 റൗണ്ട് അകത്താക്കി നല്ലൊരു ഓളത്തിൽ ഞങ്ങൾ ഇങ്ങനെ പാട്ടും പാടിയിരിക്കുമ്പോ എടുത്തിട്ട് അടിച്ച പോലെ ഒരു 3 പ്രാവശ്യം ശർദ്ദല. പിന്നെ ആരോ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയതും ഇടനാഴിയെ കൂടെ സ്ട്രെച്ചറിൽ പോയതൊക്കെ ഒരു നേരിയ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് എവിടുന്ന് ഒരു വിളിച്ച ഒരു ഒറ്റ വരവാ മുഖത്തേക്ക്, പിന്നെ ഒരു ഒറ്റ പോക്കല്ലേ ഒരു ദ്വാരത്തെ കൂടി. ആ ചുറ്റും വർണ്ണ കാഴ്ചകൾ, നക്ഷത്രങ്ങൾ, മാലാകമാർ, പിന്നെ കുരുത്തോലകൾ. അങ്ങനെ പോയി ചെന്ന് കണ്ടത് എന്താണെന്നറിയാമോ? അയ്യേ, അതും കണ്ടോ? അതല്ല, 10,000-കണക്കിന് മയിൽപീലികൾ ഇങ്ങനെ ഇളകി ആടുന്നു. അപ്പ എവിടെ നിന്നോ ദേ വരുന്നു ഒരു അല്ല പിന്നെ വേണുനാഥം. കാലം പോയി പോക്ക് നോക്കിയേ, ഡോളിയിൽ ഇവിടുന്ന് മലക്കി പോകും. എന്താ പാടത്ത് പണിയെടുത്തോണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് 3-4 തവണ ഛർദ്ദിച്ചു. അന്നേരം തുടങ്ങിയതായി ഈ വാലിവ്. വണ്ടി എടുക്കണ, വണ്ടിയല്ല നമ്മുടെ വണ്ടി എടുക്കാം. ശ്വാസം വിടാൻ. ടയർ പഞ്ചറാ. ഓ നാശം. സ്റ്റെപ്പിനി എവിടെ? ഒറിജിനൽ വീട്ടിലാ. സ്റ്റെപ്പിനി ഷെഡിലുണ്ട്. നിക്ക്, നീ എങ്ങോട്ടാ? ഓ എങ്ങോട്ടാണെന്നോ? ആശുപത്രിയിലേക്ക്. അതെനിക്കറിയാൻ പാടില്ല. എന്തിനാ ചോദിച്ചത്? ആര് ചോദിച്ചു? നീലേ ചോദിച്ചത്. എടാ നിന്റെ തലയ്ക്ക് ഭ്രാന്തായോ? എടാ നോക്കിക്കാ, ഗോവിന്ദന്റെ ആശുപത്രിക്കാൻ നോക്ക്. അല്ല എന്റെ അടുത്ത് ആരോ ചോദിച്ചു. ആശുപത്രിയിലൊന്നും പോകണ്ട, കുറച്ച് കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുത്താൽ മതി. എങ്കിൽ പിന്നെ നിനക്ക് നേരത്തെ എന്ത് ഇപ്പൊ ശബ്ദം മാറ്റി പറഞ്ഞത്? എന്ത് പറഞ്ഞു? ആശുപത്രി പോകണ്ടെന്ന് ആര് പറഞ്ഞു? നീയല്ലേ ഇപ്പൊ പറഞ്ഞത്? പഠിച്ചോനെ, ഇത് പോക്കാ. ആ ഡോക്ടർ അപ്പോഴേ പറഞ്ഞതാ ഇനി ആൾ നോർമൽ ആയിരിക്കില്ലെന്ന്. നോക്കണ്ട. അയ്യോ, അവിടെ നോക്കി നിൽക്കാതെ കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുക്കു പാർത്ത. ഓ അത് ഞാനാണോ കൊടുക്കണ്ടത്? എന്തൊരു കഷ്ടം. ആശുപത്രി പോണ്ട, ആശുപത്രി പോണ്ട. ഇത്തിരി കുരുമുളകും മറ്റേ സാധനവും കൂടി അരച്ചു കൊടുത്താൽ അതല്ല കത്തുന്ന സാധനം. അതല്ല നീ കത്തിച്ച കത്തുന്ന സാധനം. പടക്കം അതല്ല, ഈ അമ്പലത്തിലൊക്കെ കത്തിക്കുന്ന കർപ്പൂരം. കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ചങ്ങ് കൊടുത്താൽ മതി. കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ച് കൊടുക്കടി. എന്താ ഇത് മോനെ?
അമ്മേ ആ പൂജാമുറിയിലെ വിളക്കിൽ ഇത്തിരി എണ്ണ ഒഴിച്ചേ തിരി ഇപ്പൊ കെടും. ചെല്ല് ചെല്ല്. എല്ലാരും ഇവിടെ വരണേ. എന്റെ കയ്യില് ചില്ലറയില്ല. അവരോട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാൻ പറ. ഇവര് നീ ഉദ്ദേശിക്കുന്ന പോലുള്ള ആൾക്കാരല്ല. പിന്നെ അഗതികളാണ് അഗതികൾ. ഈ അഗതികൾക്ക് ഇനി സ്വാമി മാത്രമേ ആശ്രയമായിട്ടുള്ളൂ അല്ലേ? ഏത് സ്വാമി? ഈ സ്വാമി അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? സ്വാമി ഇങ്ങ ഒന്നേ പറഞ്ഞുതരാം. അതെ, ലക്ഷങ്ങളുടെ വകയായി നിൽക്കുന്നത്. ഈ പിച്ചക്കാരാ? പിച്ചക്കാരോ? ഇവരൊക്കെ പിച്ചക്കാരാണെന്നാ നിന്റെ വിചാരം? പിന്നെ സർക്കാർ ആശുപത്രിയിലെ രോഗികളാ. അവരെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? സർക്കാർ ഡോക്ടർമാർ വീഴും സമരത്തിലല്ലേ? ഓ, കംപ്ലീറ്റ് രോഗികളും പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുക. ദേ ആ പുറത്ത് നിൽക്കുന്നതേ ഒരൊറ്റ വാർഡിലെ രോഗികളാ. ഇനി കൊണ്ടൊരു പൂരത്തിലുള്ള ആള് വേറെ. ഇവരെയൊക്കെ നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഓ, പറഞ്ഞു തരാ. ആ ഗുരുവായൂർ സംഭവത്തിന് ശേഷം നിനക്കെന്തോ ദിവ്യത്വം കൈ വന്നിട്ടുണ്ടെന്ന് നാട്ടിൽ മൊത്തം പാട്ടായിരിക്കും. കർപ്പൂരം കൊടുത്ത് കിളവന്റെ ദീനം മാറ്റുന്നു, മുറിയിലെ വിളക്കണഞ്ഞത് മുറ്റത്ത് നിന്ന് അറിയുന്നു. ഇതൊക്കെ ഞാനിപ്പോ സ്റ്റാൻഡിൽ നിന്ന് പ്രസംഗിച്ചിട്ടാ വരുന്നത്. നീ ആ ദ്വാരത്തിൽ കൂടി പോയത് കേട്ടപ്പോ നാട്ടുകാർ മുഴുവൻ അങ്ങ് കോരി തിരിച്ചു പോയില്ലേ? ആ കിളവന് കൊടുത്ത പോലെ എന്തെങ്കിലും കൊടുത്ത് ഇവരുടെ ദീനം മാറിയാൽ പിന്നെ നീ നാട്ടിൽ ആരാ പാർത്ത? ആരാ? ദിവ്യനല്ലേ, ദിവ്യൻ. അഗതികൾക്കായി നമുക്കൊരു ആശ്രമം തുടങ്ങാം. നീ മഠാധിപതി, സ്വാമി പാർത്ഥാനന്ദ തിരുവടികൾ. കൈ ചുരുട്ടി ഞാനൊന്ന് തന്നാണ്ടല്ലോ. നീ നിന്തിരിവടിയല്ല പാട്ടിയായി പോവും. എന്നാ പൊട്ടീരടാ, പൊട്ടീര്. രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞത് എനിക്ക് തന്നെ പൊട്ടീര്. നാട്ടുകാരെ നന്നാക്കി നടന്നു. നീ ആകെ കൂടിയുള്ളത് ആ കട്ട വണ്ടിയാ. ഇപ്പൊ തന്നെ എഞ്ചിൻ പണി 8 പ്രാവശ്യം കഴിഞ്ഞു. എടാ, നമുക്ക് ആ പൂങ്കൊടിയെ കെട്ടിച്ചു വിടണ്ടേ? തറവാട് തിരിച്ചു വാങ്ങണ്ടേ? ആ കള്ള തമ്പിയോടും മകളോടും പ്രതികാരം ചെയ്യണ്ടേ? പിന്നെ ഇതിനൊക്കെ ചങ്കുറ്റം മാത്രം പോരാ, കയ്യിൽ ഒരു സാധനം കൂടി വേണം. എന്ത്? പണം. കേട്ടിട്ടില്ലേ? പണത്തിന് മീതെ പരുന്തും പറക്കൂല. കാറ്റ് വീശുമ്പോ തൂറ്റാൻ പഠിക്കണോടാ, അതാണ് ബുദ്ധി. വേണ്ടെങ്കി വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ അവിടെ പറഞ്ഞു വിട്ടേക്കാം. അതെ, നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ എന്തു പക്ഷേ? അല്ല, ഈ ആശ്രമവും മഠാധിപതി എന്നൊക്കെ പറയുമ്പോ അതിനൊരു പ്രായവും പക്വതയൊക്കെ വേണ്ടേ? അയ്യോ, ഒരു പ്രായം പക്വതയും വേണ്ട. രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാത്തവൻ, സിനിമയിൽ ചാൻസ് ഇല്ലാത്തവൻ, എന്തിനധികം തേരാപ്പാര തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരെ മഠാധിപതികളാവുന്നില്ലേ? പിന്നെ നിനക്കായാലെന്താ? ഒന്നുമില്ലെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? അതൊക്കെ എന്റെ പേരെന്താ പറഞ്ഞത്? സ്വാമി പാർത്ഥാനന്ദ തിരുവടികൾ. അപ്പൊ നിന്റെ പേരോ? സുലൈമാൻ റാവുത്തർ. അല്ല, അത് ശരിക്കുള്ള പേര്. ഓ, സ്വാമി സുലൈമാൻ സ്വാമി. ഓ, ഈ അയ്യപ്പനും വാവരും എന്നൊക്കെ പറയുന്ന പാർത്തനും സുലൈമാനും. പിച്ചക്കാര് പാടുന്നു. പിച്ചക്കാരി പാടുന്നതല്ല, അത് ഞാൻ